ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് വരുന്ന ന്യൂ പേഴ്സൺ ആരാണ്. ഓക്കെ, അപ്പം റീഡിങ്ങിലോട്ട് കിടക്കാം. ആദ്യത്തെ റീഡിങ് വന്നിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. രണ്ടാമതായി ഏസ് ഓഫ് പെൻഡിക്കിൾ. മൂന്നാമത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ്. ദ വേൾഡ്. അത് കഴിഞ്ഞ് ദ സ്റ്റാർ, 6 ഓഫ് സോർഡ്സ്, 5 ഓഫ് വൺ, 10 ഓഫ് കപ്പ്. നിങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങളെ അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ് വരുന്നത്. നല്ല നെഞ്ചുറപ്പും ചങ്കുറപ്പുമുള്ള വ്യക്തി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നിഗൂഢതകളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ. എല്ലാം ഓപ്പണായി പറയുന്ന വ്യക്തി ആയിരിക്കത്തില്ല. നിങ്ങളെന്തെങ്കിലും ചോദിച്ചിരുന്നാലും അത് തട്ടിയും മുട്ടിയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാ നിഗൂഢതകളും ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു വ്യക്തി. കാണാനൊക്കെ നല്ല അതിസുന്ദരിയും സുന്ദരന്മാരും ആയിരിക്കും. നല്ല സ്പിരിച്വൽ നോളജുള്ള ഏതെങ്കിലും ഒരു ടാരോ റീഡറോ അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പറയാൻ കെൽപ്പുള്ള അവർ ചില സമയത്ത് ചുമ്മാതെയാണെങ്കിലും ഇപ്പം ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിനെ കുറിച്ച് യാതൊന്നും അറിവുള്ള ആളായിരിക്കത്തില്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് സംഭവിക്കും. അങ്ങനെയുള്ള സ്പിരിച്വലായിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, സ്പിരിച്വൽ ബ്ലെസ്സിങ് ഉള്ള വ്യക്തിയായിരിക്കും. അവർ നിഗൂഢത, ഭയങ്കര സ്ട്രോങ് ലേഡി അല്ലെങ്കിൽ പുരുഷനായിരിക്കും. എല്ലാം നല്ല നിഗൂഢമായി വെച്ചിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒന്നും ഓപ്പൺ അപ്പ് ആവത്തില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിരുന്നാലും ആവത്തില്ല. നിങ്ങൾ ഇപ്പോൾ അവരിൽ നിന്ന് എല്ലാം അറിയാൻ വേണ്ടി ചെന്നിരിക്കുമെങ്കിലും അവരൊന്നും പറയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം തത്ത പറയുന്ന കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഒരു പുതിയ ഓഫറുമായിട്ടാണ് വരുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, പുതിയ ഓഫർ തരും. ഓക്കെ, നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ആ വ്യക്തിയായിരിക്കും. നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സൂക്ഷിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഒരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ചില വ്യക്തികൾക്കൊക്കെ ഒരു പുതിയ പേഴ്സൺ തന്നെയാണ്. ഒരു 60% ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു എന്നുള്ളതാണ്. അടുത്തത് നൈറ്റ് ഓഫ് പെൻഡിക്കിളാണ്. ഇമോഷൻ, ഒരുപാട് കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയ, നിങ്ങളെ വിഷമിപ്പിച്ച് പോയ ആൾക്കാരും തിരിച്ചു വരുന്നുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാർക്കാണ്. ഒരു കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നിങ്ങളെ വിഷമിപ്പിച്ച് വിട്ടുപോയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ സന്തോഷത്തെ തള്ളിയിട്ട് പോയ ആൾക്കാർ, നിങ്ങളെ വിഷമിപ്പിച്ച് പോയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു. പക്ഷേ ആ വരുന്നവരൊക്കെ വളരെ സ്ലോലിയാണ്. ഓഫർ തരണോ വേണ്ടേ എന്നുള്ള ചിന്തകളിലാണ് അവർ നിൽക്കുന്നത്. മൂവ്മെൻറ്റ്, ആക്ഷനൊന്നുമില്ല. ഇതൊരു ചിന്ത മാത്രമാണ്. അവർക്ക് ഫീലിംഗ് തോന്നുന്നേ ഉള്ളൂ. ഒരു ഓഫർ കൊടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ഷൻ എടുക്കുന്നില്ല. സ്റ്റക്കായി നിൽക്കുകയാണ്. ഓഫർ ആയിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു എനർജി ആവുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. വേൾഡ് എന്ന് പറയുമ്പം ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവുമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ അവസാനിച്ചിരിക്കുന്നത് ആ അവസാനിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ വരികയാണ്. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണോ അവസാനിച്ചത് ആ വ്യക്തി തന്നെ ന്യൂ ബിഗിനിങ്ങിന് സ്റ്റാർട്ടാവുകയാണ് എന്ന് കാണിക്കുന്നു. ഒരു സ്ഥലം മാറ്റം കഴിഞ്ഞു, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്
വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒന്നുകിൽ ഒരു സ്ഥലം മാറി വരുന്നു, അല്ലെങ്കിൽ അടുത്ത് ഇപ്പോൾ സ്ഥലം മാറി വന്ന വ്യക്തിയായിരിക്കും. ഇപ്പം നിങ്ങളുടെ ചുറ്റുപാടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലം മാറ്റം ലഭിച്ച് വന്നൊരു സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ന്യൂ പേഴ്സൺ. ഓക്കെ, അത് ഏത് രീതിയിലായിരിക്കും, നല്ലൊരു ഫ്രണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ലവ് റിലേഷൻ ആയിരിക്കാം, അത് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനും ലവിനും ഇടയ്ക്കുള്ളതായിരിക്കാം. ഇത് സ്റ്റാറാണ് പിന്നെ വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ആകർഷിക്കുന്ന വ്യക്തിയായിരിക്കും. ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു സ്റ്റാർ, നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കും. ഒന്നുകിൽ പാട്ട്, ഡാൻസ്, ചിത്രകല, നല്ല രീതിയിൽ സംസാരിച്ച ആൾക്കാരെ അങ്ങനത്തെ ഇപ്പം പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ വരുന്ന സമയത്ത് എവിടെയും ഡൗൺ ആയിരിക്കുന്നത് ആൾക്കാർ മൊത്തം ഭയങ്കര സന്തോഷം വരും. കാരണം അവർ ഭയങ്കര കോമഡിയും തമാശയും, അവരെന്ത് പറഞ്ഞിരുന്നാലും ചിരി വരുന്നത്, അല്ലെങ്കിൽ എനർജി ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ സംസാരം, അവരുടെ പ്രസൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ അവർക്ക് കഴിയും. കാരണം ഇവരിൽ ഒരുപാട് പോസിറ്റീവാണ് കാണുന്നത്. കാരണം നല്ലൊരു വെള്ള ക്യാറ്റ്സിനെയാണ് ഇവിടെ കാണുന്നത്. ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. 6 ഓഫ് സോർഡ്സ് അതെന്ന് പറയുന്നത് 6 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി, നിങ്ങളിൽ നിന്ന് അകന്നു മാറി, നിങ്ങളെ ഫുള്ള് ഇമോഷണലായി തകർത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി, ഒരു നദിയുമായി വെള്ളമൊക്കെ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ വ്യക്തിയുടെ താമസവും കാര്യങ്ങളും. വ്യക്തിയുള്ള സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും വെള്ളമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിട്ടുപോയ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് വെള്ളമോ കുളമോ കടലോ കായലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കാണ് ഇത് റെസൊണേറ്റ് ആവുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന് നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ പോയ, നിങ്ങളുടെ കരഞ്ഞപ്പോഴും വിഷമിച്ചപ്പോഴും ഒന്നും തിരിഞ്ഞു പോലും നോക്കാതെ പോയി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത്. 5 ഓഫ് വാണ്ട്. നിങ്ങൾ തങ്ങളിൽ ഒരുപാട് അടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ ഒന്നിലധികം ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങളും അടിയും വഴക്കും ഒക്കെ ഉണ്ടായി. ബന്ധുക്കളൊക്കെ ഇടപെട്ട വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ വന്ന് ഇടപെട്ട വ്യക്തികളായിരിക്കും. അങ്ങനെ നിങ്ങളെ വിട്ടുപോയത് നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുണ്ടായ പ്രശ്നം നിങ്ങളിൽ മാത്രമല്ല, ഒന്നിലധികം പേര് കിടന്ന് തർക്കിച്ച് ബഹളം ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റിയ വ്യക്തിയായിരിക്കും ചിലപ്പം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളെ അടികൂടി മാറിപ്പോയതായിരിക്കാം. എങ്ങനെയായിരുന്നാലും ഒന്നിലധികം ആൾക്കാർ അറിഞ്ഞ് പ്രശ്നങ്ങളുണ്ടായ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. നിങ്ങൾ തങ്ങളെ ഒരുപാട് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ എനർജി മാറി മറിയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഒരുപാട് ഇത് വന്നിട്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം ഔട്ട്കം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഓഫ് കപ്പാണ്. ഈ വരുന്ന വ്യക്തികൾ ഇപ്പോൾ ആരൊക്കെയാണെങ്കിലും, സ്ഥലം മാറി വരുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തിയാണെങ്കിലും ശരി തന്നെ, നിങ്ങളെ ഭരിക്കാൻ തയ്യാറുള്ള വ്യക്തി, ഇതെല്ലാം നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നു എന്ന് നോക്കണം. അങ്ങനെയുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ലൈഫ് നിങ്ങൾക്ക് 10 ഓഫ് കപ്പാണ്. നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട്, നിങ്ങൾ ഭാര്യ ഭർത്താവ് കൊച്ചും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടും ഉള്ള നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്ന് ആ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ കാണും നിങ്ങളുടെ ലൈഫിലേക്ക്. അപ്പം ഇത് എല്ലാവർക്കും, കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും ഒക്കെയുള്ള എനർജിയാണ് ഇതിൽ വരുന്നത്.
നമ്മൾ കല്യാണം കഴിച്ചവർ വേറെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടുകൂടാ എന്നൊന്നുമില്ല. കാരണം അവരുടെ ലൈഫ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അപ്പം അവർക്ക് ചിലപ്പോൾ ഒരു സാന്ത്വനം കിട്ടുന്നത് ചിലപ്പം അവരുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടത്തുപോലുമില്ല. നമുക്ക് തന്നെ ലൈഫിൽ പല ലൈഫുകളിലും നമ്മൾ കേട്ടും കണ്ടുവരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ ലൈഫുകളിലൊക്കെ നമ്മുടെ പാർട്ട്ണർ നമുക്ക് വേണ്ടത്ര പ്രാധാന്യം നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാകാറില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറത്തുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം പോയി വരുമെന്നാൽ വീട്ടിലൊരു സ്ത്രീ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടെന്നോ ചിന്തിക്കത്തില്ല. അവർക്ക് അവരുടേതായ ഇമോഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വീട്ടിലെ ഒരു വേലക്കാരി അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലെ ഒരു ATM കൗണ്ടറായിട്ട് മാത്രം പുരുഷനെ ആയാലും സ്ത്രീ ആയാലും കാണുന്ന പല ഫാമിലികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവാഹം കഴിഞ്ഞ ആൾക്കാരുടെ ലൈഫിലോട്ട് അവരെ സന്തോഷിപ്പിക്കാനുമായിട്ട് ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അറിയാവുന്നതായിരിക്കും, പണ്ട് അറിയാവുന്ന വ്യക്തികളായിരിക്കും, ഇപ്പം അവരുടെ ലൈഫിലോട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ലൈഫ് ഇനി എന്തായിരുന്നാലും വിവാഹം കഴിച്ചവരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ലൈഫിൽ ഇനി 10 ഓഫ് കപ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരുപാട് ഇമോഷനും സന്തോഷവുമായിട്ടുള്ള ലൈഫാണ്. ഇനി ഈ റീഡിങ്ങിൽ റെസണേറ്റായി വരുന്നവർ മാത്രം എടുക്കുക. ഇതെല്ലാം അവർക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളത് ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇത്രയും അനുഭവിച്ചത് ഇപ്പോൾ ഈ റീഡിങ്ങിൽ ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും, ഇത് ആരുടെ എനർജിയാണ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ആരാണോ ക്ലെയിം ചെയ്യുന്നത് അവരുടെ എനർജി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. ലൈക്ക് കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സ് മദറിന് നന്ദി പറയുന്നു. കാരണം 2-3 കമൻറ്റുകൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയ്ക്ക് നല്ല കമൻസുകൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു എന്നുള്ളത് അറിഞ്ഞതിൽ മദർ യൂണിവേഴ്സിന് 100 നന്ദി പറയുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഡിസ്റ്റർബ് ആകും കൂടുതൽ സംസാരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.